ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. നമ്മളിന്ന് മറ്റൊരു റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. റെസിപ്പി വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ ഗ്രീൻ പീസ് കറി. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഗ്രീൻ പീസ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേന്നേ കുതിർക്കാൻ വെച്ചിരുന്ന ഒരു അര ഗ്ലാസ് ഗ്രീൻ പീസ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതും നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ആവശ്യമായ അളവിൽ വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊരു 6 അല്ലെങ്കിൽ 7 വിസിൽ വിളിച്ച് അടച്ചു വച്ച് ഇത് നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ ബാക്കി പ്രോസസ്സ് നമുക്ക് ചെയ്തെടുക്കാം. കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സവാള, 1 പച്ചമുളക്, 1 തക്കാളി. ഇത്രയും ഞാൻ തൊലി പൊളിച്ച് നല്ല വൃത്തിയാക്കി കഴുകി നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബാക്കി ഇൻഗ്രീഡിയൻസായ സവാളയും തക്കാളിയും പച്ചമുളകും അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ടിത് നമുക്ക് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് ഒരു 5 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കാം. ആ സമയം നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇല്ലെങ്കിൽ സവാളയും ഇതൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ടത്. സവാള നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി, 1-1.25 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ നമുക്കിത് വാട്ടിയെടുക്കാം. ശേഷം നമ്മുടെ ഗ്രീൻ പീസ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മസാലയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയിലെ പച്ചമണമൊക്കെ മാറി മസാല നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടലയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനനുസരിച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വച്ചത് തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. നമ്മളിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ഗ്രീൻ പീസ് കറി ട്രൈ ചെയ്ത് നോക്കുക, ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.